ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ പോവാണ് കേട്ടോ. വാവാച്ചിക്കുട്ടീൻ്റെ മിനൂസിൻ്റെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അവർ പഠിക്കണത് എവിടെയെന്ന് ഞാൻ ചില വീഡിയോയിലൊക്കെ പറയലുണ്ട്, എന്നാലും കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവർ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലാണ് കേട്ടോ പഠിക്കുക. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് അവരുടെ സ്കൂളിൽ ഓപ്പൺ ഡേ ആണ്. അപ്പോൾ അതിൽ വാവാച്ചിക്കുട്ടിക്കില്ല, ഇനോസിന് മാത്രമേ ഉള്ളൂ ടോപ്പ് ആൻഡ്. വാവാച്ചിക്കുട്ടീൻ്റെ എക്സാം ഇതാ അപ്പോൾ ഓണം വെക്കേഷന് മുന്നായിട്ടാണ്. ഇനോസിൻ്റെ ആദ്യം നേരത്തെ കഴിഞ്ഞു, ഇനി അവനക്ക് അത് വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എക്സാം തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ സ്കൂൾ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസം, നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഭയങ്കര ചൂട് കൂടുതലായി തോന്നും. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ഇനോസിൻ്റെ സ്കൂളിൽ ഇതൊക്കെ റിപ്പോർട്ട് സൈൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരാണ് കേട്ടോ. അപ്പോൾ ഇനോസ് എല്ലാം ഹാപ്പി ആയിട്ടുണ്ട്, ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. വാവാച്ചിക്കുട്ടിയും കൂട്ടുണ്ടോ. വാവാച്ചിക്കുട്ടിക്ക് നമ്മൾ എവിടെ പോകുമ്പോഴും നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ കെട്ടി കൊടുക്കും. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ അവൾ ആ മുടിയൊക്കെ കണ്ട് അഴിഞ്ഞ് അവൾ അതൊക്കെ കണ്ട് പോകും. അങ്ങനെ നമ്മൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് മേടിച്ചിട്ട് ബാക്ക് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വരുമായിരുന്നു. വാവാച്ചിക്കുട്ടിക്ക് എന്താ പറയുക, അവൻ്റെ മാമിനെ കണ്ടതും സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അവളെ മാമിൻ്റെ അടുത്തേക്ക് പോകണില്ലല്ലോ. പിന്നെ ഗ്രൗണ്ടിലെത്തിയപ്പോൾ നെക്സ്റ്റ് ഡേയിൽ അവർ സ്കൂളിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുന്നുണ്ട്. ആ മാപ്പിൽ അങ്ങനെ നമ്മൾ സ്കൂളിൽ റിപ്പോർട്ട് കാർഡൊക്കെ സൈൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ മുഖമൊക്കെ വെയിലടിച്ച് ആകെ ടാൻ അടിച്ചൊരു പരിവായിട്ടുണ്ട് കേട്ടോ. അതിന് ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മളെ വൈറ്റ് സ്റ്റാറിൻ്റെ വൈൽഡ് ടർമറിക് കേട്ടോ. ഇത് നമ്മൾ യഥാർത്ഥ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. ഇത് വൈറ്റ് സ്റ്റാർ എന്ന ബ്രാൻഡ് നാച്ചുറൽസിൻ്റെ കേട്ടോ. യഥാർത്ഥ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. നമ്മളൊക്കെ സാധാരണ ഞാനൊക്കെ കുറേ മറ്റേ മഞ്ഞക്കൂവുണ്ടല്ലോ, അത് കുറേ തേച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി. ഒട്ടുമിക്ക പേരും അതിനെ മേടിച്ച് തേച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് അടുത്തായിട്ടാണ് നമ്മളിങ്ങനെ അറിഞ്ഞു വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മറ്റേ മഞ്ഞളിനേക്കായും നമ്മളെ ഫേസിന് ഏതിലാണോ തേക്കാൻ സ്യൂട്ട് വെച്ചാൽ തേച്ചാൽ പറ്റും. പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലൊക്കെ ആക്കുക. അതിനെ കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ 10-15 മിനിറ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് പിന്നെ നല്ലപോലെ മസാജ് ചെയ്ത് കഴുകി കളയാനാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫസ്റ്റ് അതിലൊരു നല്ല റിസൾട്ട്. നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ഇതാണ് കേട്ടോ. അത് നല്ല യാതൊരു കെമിക്കൽസും സൈഡ് എഫക്ട്സും ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കും ഇത് ബൈ ചെയ്യേണ്ട ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാനാണ് കേട്ടോ. നമുക്ക് വിശ്വസിച്ച് മേടിച്ച് യൂസ് ആക്കാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റാണ് വൈറ്റ് സ്റ്റാറിൻ്റെ വൈറ്റ് ടർമറിക് പൗഡർ കേട്ടോ. ഇപ്പോൾ ഫ്രഷായി ക്ലീൻ ആയതിന് ശേഷം ഇനി ചെറിയൊരു ഫംഗ്ഷന് പോകാനുണ്ട്. ഒരു മീറ്റപ്പ് ഉണ്ട് എടപ്പാളിൽ.
അപ്പോൾ നമ്മൾ എടപ്പാൾ എൻ്റർപ്രണേഴ്സ് വുമൺ എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു ചെറിയ മീറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാൻ റെഡി ആയതിനു ശേഷം വേഗം പോയിട്ടോ. അപ്പോൾ ഇതെല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും വിവിധ കാറ്റഗറിയിലുള്ളവരാണ് കേട്ടോ. എല്ലാവരും ഒരേ സെയിം ഫീൽഡല്ല. ഹെന്ന ഉണ്ട്, അതുപോലെ ഹോം ബേക്കേഴ്സ് ഉണ്ട്, കേക്കിൻ്റെ ഉണ്ട്, പിന്നെ ഫുഡ് ഐറ്റംസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളുള്ള 2 പേരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ട് ഞാൻ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിച്ചവരോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് ഫ്രണ്ട്ഷിപ്പ്. പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര മുൻപരിചയമുള്ള മതി, ഭയങ്കര കമ്പനിയാണ് എല്ലാവരും കേട്ടോ. എല്ലാവരും നല്ല രസമായിട്ട് കുറേ കാലത്തിന് ശേഷം കാണുന്നത്. ഞങ്ങൾ എപ്പോഴെപ്പോഴും മീറ്റപ്പ് ഉണ്ടാവില്ല, എന്നാലും ഒരു 6 മന്തൊക്കെ കൂടുമ്പോൾ മീറ്റപ്പ് വെക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കുറേ പേര്, ചിലരൊക്കെ പുറത്ത് ഉള്ളവരുണ്ട്, ചിലർക്ക് വരാൻ പറ്റിയിട്ടില്ല, ഇനിയും മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫീൽഡാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യങ്ങൾ, ഇപ്പോൾ നമുക്ക് വല്ല ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ വെഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഹോം ബേക്കേഴ്സിനാണെങ്കിൽ ഹെന്ന ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ഡ്രസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതാ ഇസു ഹെന്നൻ്റെ കുട്ടീൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. ദേശക്കുട്ടിക്ക് ദേഷ്യം വരികയാണ്, കുറേ നേരം ഇരുന്നിട്ട് കേട്ടോ. നല്ല രസമായിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ജ്യൂസും പിന്നെ അതുപോലെ തന്നെ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് ഒരുമിച്ച് ഇന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പോയി അങ്ങനെ നമ്മളങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ബാബിയും വാവാച്ചി ന്യൂസൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവർ വന്നിട്ട് പിന്നെ അവരെ കൂടെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനിടയിൽ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു VC ബൈയിലും സുഡിയോയിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് കയറി ടോപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റൺ ഔട്ട് ചെയ്തൊന്ന് ഓടിച്ച് നോക്കിയിട്ടോ. കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ജസ്റ്റ് അങ്ങനെ പുറത്തിറങ്ങിയിട്ടോ.
USTയിലും ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും കാണുന്ന ഒരു മോഡലായി കാരണം ഫീൽ ചെയ്ത കാരണം എടുത്തില്ല. അങ്ങനെ പിന്നെ താഴേക്ക് എത്തിയപ്പോണ്ട് നമ്മളെ ഫ്രണ്ട് ഒരാൾ പോയിട്ടില്ല കേട്ടോ. നമ്മളെ ഹോം ബേക്കറാണ് കേട്ടോ, ആദ്യം സ്പീക്കറാണ് നമ്മളെ കേക്കിൻ്റെ. ബാക്കിയുള്ളവരൊക്കെ ഞാൻ കേക്കിൻ്റെ ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞങ്ങൾ ഇൻസ്റ്റ കയറി ചെക്കൗട്ട് ചെയ്തിട്ട് എല്ലാവരും. അങ്ങനെ പിന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ അവൾ പിന്നെ അവളെ ഹസ്ബൻഡ് വന്നപ്പോൾ അങ്ങനെ അവൾ പോയിട്ടോ. അപ്പോൾ ന്യൂസും വാവാച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നല്ല ഇനി അവരായിട്ട് കുറച്ച് സമയം ചില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ. കാരണം ഇവളായിട്ട് വാവാച്ചക്കുട്ടിനായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നെക്സ്റ്റ് വരാൻ ഭയങ്കര ഇത് തോന്നും കേട്ടോ. അവൾക്കും നല്ല ഇഷ്ടമാണ്. പക്ഷെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവളുടെ മൂഡ് അങ്ങോട്ട് മാറും. അപ്പോൾ നമ്മൾ മൗസിൽ നിന്ന് ആദ്യം അവൽ മിൽക്ക് മേടിച്ചിട്ടൊക്കെ മൗസിയുടെ ബനാന അവൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ മൗസി എത്തിക്കഴിഞ്ഞാൽ ഡയറ്റൊക്കെ കണ്ട് ബ്രേക്ക് ഔട്ടായി പോകും. പിന്നെ അവൾക്ക് കുറച്ച് സമയം കളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളായിട്ട് കുറച്ച് സമയം കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് ഒരു 10 to 15 minutes എടുക്കുമല്ലോ മൗസിൽ നിന്ന് ബനാന അവൽ മിൽക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം അവിടെ കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഫൺ ഫോറത്തിലൊന്ന് കളിച്ചിട്ട് അവളായിട്ട്. കുറച്ച് സമയം ഫൺ ഫോറത്തിലൊക്കെ കളിച്ച് കുറച്ച് ടിക്കറ്റ്സൊക്കെ കിട്ടി. ആ പോയിൻറ്റ്സൊക്കെ കാർഡിൽ എൻട്രി ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അപ്പോൾ നമ്മൾ ബസർ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മൗസിത് നമ്മൾ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അവൽ മിൽക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. ഈ പോയിൻറ്റ്സ് കിട്ടി കഴിഞ്ഞിട്ട് അതൊക്കെ കാർഡിൽ എൻട്രി ചെയ്യിപ്പിക്കുമ്പോൾ ഹാപ്പിനെസ് വരും. അപ്പോഴേക്ക് വാവാച്ചിക്കുട്ടീൻ്റെ മൂഡ് വീണ്ടും മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൾ അവൽ മിൽക്ക് റെഡി. അപ്പോൾ അവൾക്കാണെങ്കിൽ കോടുള്ള അവൽ മിൽക്ക് തന്നെ വേണം കേട്ടോ. അത് ഇനൂസ് ഓർഡർ ചെയ്താണ്. അപ്പോൾ അവൾക്ക് വേണം. അപ്പോൾ തൽക്കാലത്തേക്ക് അവൾക്കത് വിട്ടുകൊടുത്തവൻ കേട്ടോ, അല്ലെങ്കിൽ അവിടെ അടിയായിരിക്കും. അങ്ങനെ അത് അവളത് എന്നൊക്കെ തൊട്ട് കാണിക്കേണ്ടത് കേട്ടോ. അങ്ങനെ അവൾക്കുള്ള അവൽ മിൽക്കും ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള അവൽ മിൽക്ക് എടുത്തിട്ട് നമ്മളിതാ അവിടെ പോയി ടേബിളിൽ നിന്ന് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അങ്ങനെ പിന്നെ നല്ല ടേസ്റ്റുള്ള അവൽ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ റിവ്യൂ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും നല്ല അടിപൊളിയാണ്. അതൊക്കെ കഴിച്ച് ഫുള്ളൊന്നും കഴിക്കില്ല, പകുതി കഴിക്കുള്ളൂ. അതിൽ കുട മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൽ മിൽക്ക് ഓർഡർ ചെയ്യുന്നത്. അവൽ മിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തുകൂടെ ഈ ഒരു സ്പൈറൽ പൊട്ടാറ്റോ ആയിട്ട് ഒരു കുട്ടിയും ഒരു വലിയൊരാളും കൂടി പോണത് കണ്ടിട്ടോ. അപ്പോൾ പിന്നെ കണ്ണ് അതിലേക്ക് തിരിഞ്ഞപ്പോൾ അവൽ മിൽക്ക് അവിടെ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ നേരെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങണ്ടായിട്ടോ. അങ്ങനെ അതിലെത്തി. പിന്നെ അത് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ഇങ്ങനെ അവളെ ഇഷ്ടപ്പെട്ട സാധനം കിട്ടാൻ വേണ്ടി അവൾ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്നോട് പറയാം വീഡിയോ ഒക്കെ എടുത്തു നല്ല രസമുണ്ട് കാണാനെന്നൊക്കെ പറയട്ടോ. അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ കിട്ടും എന്നുള്ള ഇതിൽ അത് കിട്ടുവോളം ഭയങ്കര ഹാപ്പിയാവും. അത് കഴിഞ്ഞാലും ആൾ ഹാപ്പിയൊന്നും ആവില്ല. പിന്നെ അവൾക്ക് നേരെ താഴെ പോകണം. എന്നിട്ട് അവിടെ ഹൈപ്പറിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ ദിവസം ഹൈപ്പറിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പറിൽ കയറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയോണ്ട് മാത്രം അവൾ ഹാപ്പിയും ആയില്ല കേട്ടോ. അവൾക്ക് എന്താ പറയുക, ഇത് മാത്രം പോരാ, ഹൈപ്പറിൽ കയറിയിട്ട് കുറച്ചും കൂടി പർച്ചേസ് ചെയ്യാനുണ്ട് പറഞ്ഞു. പക്ഷേ ഹൈപ്പറിൽ തിരക്ക് കൂടുതലായി കാരണം നമ്മൾ അങ്ങോട്ട് കയറിയില്ല. അങ്ങനെ പിന്നെ അതും മേടിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരത്തെ കൊണ്ട് ആളുടെ ക്രീമിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയല്ല, ഇവളത് ഇങ്ങനെയാണെന്നൊക്കെ പല ജാതി കുറ്റങ്ങളുണ്ടാവും അവൾക്ക്. അപ്പോഴേക്ക് ഇനൂസ് അപ്പുറം പോയിട്ട് പാനിപൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചട്നിയൊക്കെ ഒഴിച്ച് ഞങ്ങൾ കൊള്ളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ടേസ്റ്റ്, അതിന് ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് ടേസ്റ്റ് നോക്കി ഞാനിരുന്നു. അവളെ സ്പൈറൽ പൊട്ടാറ്റോൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ കയ്യിലായിട്ടോ.
അങ്ങനെ പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്ക് താഴെ പോകാമെന്നുള്ള മട്ടിൽ അങ്ങനെ താഴേക്ക് ഇറങ്ങി. പിന്നെ അവിടെ നമ്മൾ നേരെ പോകുന്നു. പിന്നെ മൊത്തത്തിൽ അലമ്പായിരുന്നു. പിന്നെ അത് വീഡിയോയിൽ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.